ഈ പണ്ടാരത്തിന് ചെവിയും കേൾക്കൂല. താനെന്ത് വൃത്തികേടാണ് കാണിക്കണേ? എന്താണ്? ആരാണെന്ന് അറിയോ? ചന്ദ്രന്റെ അമ്മയാ. അതോ? അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ തന്നെ. അയ്യോ, ഞാൻ പശുവിന് കൊടുത്തതാ. അയ്യേ, വൃത്തികെട്ടവൻ. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഞാനും അമ്മണിയും കൂടെ ഒളിച്ചോടി പശുവിനെ മോഷ്ടിക്കാൻ വന്നാണല്ലേ? ഞാനിപ്പൊ ശരിയാക്കി തരാം. മോഷ്ടിക്കാനല്ല, ചന്ദ്രന് കാശ് കൊടുത്തതാ. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്. കാലിത്തങ്കൻ. കുഞ്ഞേ, തെക്കേത്തറയിലെ ഗീതയുടെ ഇവിടെ എവിടെയാ? എന്താ കാര്യം? ഇതിനു വേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരിന്ന് വന്നതാ. പള്ളിച്ചെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നതാ. കേറിയില്ല. ഇവിടം വരെ വന്ന സ്ഥിതി ഗീത ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കുട്ടി മാരീഡ് ആണോ? അല്ല. എന്തേ? ഇനിയിപ്പോ തെക്കേത്തറയിലേക്ക് പോണോ അമ്മാവ? അതെന്താ? അല്ല, ഈ കുട്ടിയെ കണ്ടപ്പോ കണ്ടപ്പോ കുട്ടിയുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും. പാലം കയറി ഇറങ്ങിയ ഒരു വീടും കുറെ താറാവും. അതാ എന്റെ വീട്. പോട്ടെ. അല്ല, നീ അങ്ങോട്ട് പോന്നു? തടിപ്പാലം, താറാവ്. അപ്പൊ തെക്കേത്തറയിലെ ഗീത ആ തറയോട് പോയി ചാകാൻ പറ. ഓ, ഒരു നല്ല കാര്യത്തിനെ പോയപ്പോ പുറകെ വിളിച്ചു വൃത്തികെട്ടവൻ. തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മിണിയെ വിളിച്ചതാ. ഓ, താൻ എന്റെ ഭാര്യ വിളിച്ചാണ്. അമ്മിണി, ഇതിന്റെ ഭാഗ്യം ഭയങ്കരവാ. അവൾക്കിടെ ഭാഗ്യം കുറച്ച് കൂടുതലാ. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഒരു കുരിശാണല്ലോ. ഇതാ എന്നെ പെണ്ണ് കാണാൻ വന്ന കോന്തൻ. അയ്യേ, ബെസ്റ്റ്. പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. ശരിയാ, ചെല്ല് ചെല്ല്. ചൂണ്ടയിടുക? അല്ല, ആടിനെ കറക്ക. പച്ചക്കള്ളം, എനിക്കറിയാം. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നാ മതിയല്ലോ. ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം? ഈ കുട്ടിയുടെ ഒരു തമാശ. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും നേരം ഉണ്ടാവും. എന്തിനാ ഇന്നും വന്നേ? അതെ, കുട്ടിയോട് എനിക്ക് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. നമുക്കിത്തിരി നടന്നാലോ? അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഏതുപോലെ അടയ്ക്കാതിരുന്നേ? അതല്ല, ടെൻഷൻ കാരണം ഉറങ്ങിയിട്ടേ ഇല്ല. അതെന്താ? അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ എന്നൊരു ചെറിയ ഡൗട്ട്. അതിൽ നിന്നും 5 പവൻ പൊന്നും 10,000 രൂപയും കുറച്ച് തന്നാലും മതി. അമ്മാവൻ അറിയണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം. എന്ന് വെച്ചാ 20 പവനും 40,000 രൂപയും അല്ലേ? അതെ, നല്ല ഡിസ്കൗണ്ട് അല്ലേ? അല്ല, എന്തിനാ ഈ കാശൊക്കെ? അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ, അതിനാ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണേ ആര് കാശ് വരും? വെറുതെ ആണെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ലേ. എങ്ങനെ പറയാണ്ടിരിക്കും? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ വളരുന്നത് പെണ്ണുങ്ങളുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകൊണ്ടാ. ചൂടാകാതെ ഗീതക്കുട്ടി, വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാം. അമ്മാവൻ അറിയാതിരുന്നാ മതി. മുഴുവൻ കുറയ്ക്കോ? അയ്യോ, ഫുൾ കിഴിവ് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അമ്മാവൻ അറിഞ്ഞ വഴക്ക് പറയും. അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി. അതെങ്ങനെ? അമ്മാവൻ അമ്മായി കെട്ടിയതാ? പോണോ മണ്ട.